ആപ്കി അദാലത്തിൽ റാണി മുഖർജിയുടെ മേലുള്ള കുറ്റാരോപണം ഇപ്പോൾ ഇവർ കൂടുതൽ ബോൾഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അയ്യാ, റാണി, ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് താങ്കളുടെ ആക്ടിങ്ങിനെ കുറിച്ചാണ്, ബ്ലാക്കിലെ ആക്ടിങ്ങിനെ കുറിച്ച്, വീർ സാറയിലെ ആക്ടിങ്ങിനെ കുറിച്ച്. പക്ഷേ ഇപ്പോഴൊക്കെ ന്യൂസിൽ എന്താണ് താങ്കളെ കുറിച്ച് വരുന്നതെന്നുള്ള കാര്യം ഞാനിപ്പോ ഇവിടെ പറയാം. അയ്യയിൽ റാണിയുടെ ബോൾഡ് വേഷമാണ്. അയ്യയിൽ റാണിയുടെ വേഷം സ്ക്രീനിൽ തീയിടുന്നത് പോലെയാണ്. അയ്യയിൽ റാണിയുടെ സെക്സി സീൻസ്, അയ്യയിൽ റാണിയുടെ സ്കിൻ ഷോ, പിന്നെ എഴുതിയിരിക്കുന്നത് അയ്യയിൽ റാണി സെക്സിൽ മുങ്ങിയിരിക്കുന്നു. ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാ, ഇതെല്ലാം എഴുതിയ ജേർണലിസ്റ്റിന്റെ നമ്പർ ഒന്ന് തരാവോ? എനിക്കവരോട് പേഴ്സണലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അവരൊക്കെ അയ്യാ പടത്തിനെ പറ്റി എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അവരൊക്കെ പറയുന്നത് താങ്കൾ ലൈൻ ക്രോസ് ചെയ്തെന്നാണ്. ഇല്ലില്ല, ഞാൻ ഒരു ലൈനും ക്രോസ് ചെയ്തില്ല. നിങ്ങൾക്കെല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ. റാണി, എനിക്ക് വളരെ നന്നായിട്ട് ഓർമ്മയുണ്ട്, കുച്ചു കുച്ചു ഹോത്തയിൽ ഷാരൂഖ് താങ്കളുടെ കവിളിൽ ഉമ്മ വെക്കുന്നുണ്ട്. അതെ അതെ. താങ്കൾ പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെയുള്ള സീൻ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി പുറകോട്ട് മാറുമെന്ന്. അതെ അതെ. എന്താ അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നല്ലോ, ഷാരൂഖിന്റെയും അമിതാഭിന്റെയും മൂവി കണ്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെയുള്ളപ്പോൾ 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി അമീർ ഖാനെ ക്യൂഎസ് കാണുമ്പോ അവക്കൊരു ക്രഷ് ഉണ്ടായി. അതേ ആളെ നേരി കാണുമ്പോ സർ, എനിക്ക് അമീറിനെ കണ്ടപ്പോ എന്റെ ഉള്ളിൽ നാണം തോന്നി. അതായത് അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്നതിലും എന്റെ ശ്രദ്ധ മുഴുവൻ ഷൂവിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്റെ കണ്ണിലേക്ക് നോക്കാൻ. ഞാൻ പറഞ്ഞു ആ നോക്കാം. ആക്ഷൻ പറഞ്ഞതിന് ശേഷം കണ്ണിലേക്ക് നോക്കാമെന്ന്. അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് നമ്മൾ റൊമാൻറ്റിക് സീൻ ചെയ്യുമ്പോൾ പരസ്പരം കണ്ണി നോക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണെന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ താങ്കളുടെ കണ്ണി നോക്കില്ലേ, അതുപോലെ. സോ ഷാരൂഖിന്റെ അടുത്ത് ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ സോങ് അല്ലേ കുച്ചു കുച്ചു ഹോത്തായില്, तेरी याद न में तुझे याद न मेरी आए किसी से अब क्या कहना. ഒരു വശത്ത് കാജോൾ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ടാപ്പ് ഓപ്പൺ ആയിരുന്നു. ഈ സൈഡിൽ ഞാനും ഷാരൂഖ് റൊമാൻസ് ചെയ്യായിരുന്നു. അപ്പോൾ ഷാരൂഖ് എന്റെ കവിളിൽ ചുംബിക്കാൻ വേണ്ടി വന്നു. ഞാനിങ്ങനെ സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഷാരൂഖ് എന്റെ കവിളിൽ ഉമ്മ വെക്കാൻ പോണെന്ന്. എന്റെ ദൈവമേ. അതിനുശേഷം ഞാൻ വളർന്നു, 17 വയസ്സിനും കുറച്ച് മുകളിലെത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പൊ കിസ് ചെയ്യട്ടെ, വളർന്നതിന് ശേഷം കാണാമെന്ന്. കവിളിലൊന്നും ഉമ്മ വെച്ചോണ്ട് എന്ത് സംഭവിക്കാനാ? പിന്നെ ഇപ്പൊ ഞാൻ പേടിക്കാതെ കവിളിങ്ങനെ കാണിക്കും. ഇപ്പൊ ആ പാട്ടില്ലേ, ആ അയ്യാവിലെ സോങ് പാട്ടിൽ ഇപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാ, താങ്കളിപ്പോ അയ്യാവിലെ ആ സോങ് ചോദിച്ചാ ഞാൻ വേണമെങ്കിൽ ആ പാട്ട് പാടി നോക്ക്, അതിലൊരു കിസ്സുണ്ട് ഇങ്ങനെ. സോ ഇപ്പൊ എനിക്ക് നല്ല ധൈര്യമുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സീനിൽ ഞാൻ അടിച്ചു പൊളിച്ചെന്ന്. അങ്ങനെ ഞാൻ അടിച്ചു പൊളിച്ചു. മാൻ സിംഹത്തെ നേരിട്ട് കണ്ടു. അതായത് സീരിയസ് റാണിയിൽ നിന്ന് കളർഫുൾ റാണിയായി. അതായത് ബണ്ടി ബബ്ലിയിൽ ഒരു റോൾ ഉണ്ടായിരുന്നു, ബബ്ലിയില്. പക്ഷെ അതില് ഞാൻ മുന്നിലെത്തി. അതായത് ഈ അയ്യാവില് ഞാൻ വളരെയധികം കുസൃതിയായിരുന്നു. പിന്നെ മീനാക്ഷി ദേശ്പാണ്ഡെ അവരുടെ സ്വപ്നത്തില് നിറയെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ സോങ്ങിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, താങ്കള് പറഞ്ഞതുപോലെ. പക്ഷെ ഒരു പാട്ട് മാത്രമല്ല, ധാരാളം പാട്ടുകളുണ്ട്. ഇതിനു മുൻപുള്ള ഒരു പാട്ട് നോക്കുകയാണെങ്കിൽ തും പാസായേ യു മുസ്കുരായേ. അതെ. പിന്നെ ഇതിലും ഒരു പാട്ടുണ്ട്, വേക്കപ്പം, ക്രിട്ടിക്കൽ, കണ്ടീഷനും. എന്ത് പാട്ടാ അത്? താങ്കൾ പറയുന്ന കേൾക്കുമ്പോ നല്ല രസമുണ്ട്. അത് ഏത് പാട്ടാന്ന് വെച്ചാ ഞാൻ പാടട്ടെ? എഴുന്നേറ്റ് ഓടരുത്. ड्रीमम वेकपम क्रिटिकल कंडीशनम अर्थम क्वेकपम हिलडुल सब शेकपम फेस टू फेसम धरती पुतरम टॉप टू बेसम कामसूत्रम थाइजम थंडरम डाउनम अंडरम साइजम मैटरम थिंकम वंडरम जंपिंगम पंपिंगम थम्पिंगम ത്രോബിംഗം 1 2 3 4. പിന്നെ ഇതുപോലൊരു പാട്ട്. താങ്കൾ ട്രെൻഡ് തന്നെ മാറ്റിയിരിക്കുകയാണ്. മംഗൾ പാണ്ഡെയിൽ താങ്കൾ പാടിയ പാട്ട് എന്താണെന്ന് വെച്ചാൽ, തുമാരി അദാവുംബേ വാരി വാരി ഹരേക് ബാത്തെ ജैसे मीठी खड़ारी
അതെ. അത് കഴിഞ്ഞ് താങ്കൾ ഇപ്പോൾ എവിടെ വന്നിരിക്കുന്നെന്ന് വെച്ചാ നിങ്ങൾ എന്നെ ഹീറോയിൻ ആക്കി അതിന് പകരം അതിനുപകരം $250 കൊടുക്കും. ആക്ച്വലി ഇത് മീനാക്ഷി ദേശ്പാണ്ഡെയുടെ ആസ്പിറേഷൻ ആണെന്ന് വേണം പറയാൻ. അവക്ക് ഹീറോയിനെ ആകണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ജൂഹി, മാധുരി, ശ്രീദേവി ഇവരെയൊക്കെ പോലെ ആകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ തന്നെ അവരാണെന്ന് തന്നെ അങ്ങ് വിചാരിക്കും. അങ്ങനെ അവൾക്ക് ഹീറോയിനെ ആകാൻ ഇഷ്ടം തോന്നി, ഇപ്പോഴുള്ള ഹീറോയിനീസിനെ പോലെ. സോ അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ ഹീറോയിനിയാക്കിയാൽ അതിനുവേണ്ടി ഞാൻ $250 തരാമെന്ന്. അതായത് ഈ പാട്ടില് ഈ പടങ്ങളിൽ സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ് 3 ഐറ്റം സോങ് ആണ് ചെയ്തത്. എന്റെ പടത്തിലാണ് ഞാൻ ഐറ്റം ഡാൻസ് കളിച്ചത്. പിന്നെ മീനാക്ഷി ദേശ്പാണ്ഡെ ക്യാരക്ടറാണ് ഈ മൂവിയിലെ ഐറ്റം, പാട്ട് ഐറ്റം അല്ല. ഇത് എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് വെച്ചാൽ താങ്കൾ അങ്കിൾ എന്നൊക്കെ കളിയാക്കിയിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മരത്തിന് മുൻപ് ബച്ചനും മരത്തിന് പിന്നിൽ രേഖയെന്നും. ഇല്ലില്ല, ഇതിൽ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലൊന്നും നോർമലല്ല, എല്ലാം ഫേക്കാണ്. നിങ്ങൾ കാണുന്നതില് അമ്മ ഫേക്കാണ്, അച്ഛൻ ഫേക്കാണ്, സഹോദരൻ ഫേക്കാണ്, ഫ്രണ്ട്സും ഫേക്ക്. മൂവിയിലെല്ലാം ഫേക്കാണ്. റൊമാൻസ് നോക്കിയാ അതും ഫേക്കാണ്, പാട്ടിലും ഫേക്കാണ്. പക്ഷെ സോ നിങ്ങളത് ഫേക്കായിട്ടേ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ താങ്കളെ ഈ ബോൾഡ് രൂപത്തിൽ കണ്ടപ്പോ താങ്കളുടെ അമ്മ എന്താണ് പറഞ്ഞത്? അതെന്താണ്? അവര് പറഞ്ഞു, আইয়া ওরে বাবা কি হচ্ছে, কি ভালো, দুর্দান্ত, ফাটাফাটি। അല്ല ഞാൻ അറിഞ്ഞത് മമ്മിയെപ്പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യം ഞാൻ നിങ്ങളോടെല്ലാം പറയാവേ. എന്റെ വലിയൊരു ഫാൻ എന്റെ അമ്മയാണ്. എന്താന്ന് വെച്ചാൽ എന്റെ അമ്മ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും മക്കളെ വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ എന്റെ മമ്മിക്ക് എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. അതായത് വീട്ടിൽ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും മൂവി വന്നാലോ വേറെ ഹീറോയിനി മൂവി വന്നാലോ എന്റെ മമ്മിക്ക് ഇഷ്ടപ്പെടുകയില്ല. അമ്മയ്ക്ക് എന്നെയാണ് ഇഷ്ടം, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ആരിഷ്ടപ്പെടുന്നോ ഇല്ലയോ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. റാണി, താങ്കളുടെ സംസാരത്തിന് ശേഷം ഈ ക്ലാപ്പ് ഒക്കെ കേട്ടതിന് ശേഷം എനിക്കൊരു കാര്യം തീരുമാനമായി, ഇവരെല്ലാം തീർച്ചയായിട്ടും ഈ പടം കാണും. പിന്നെ ഞാനും ഒരു കാര്യം പറയാം, ഈ പടം കാണാൻ ഞാനും ശ്രമിക്കുന്നതായിരിക്കും.